ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ കരിയറിൻ്റെ കറണ്ട് സ്റ്റേറ്റ് ആൻഡ് ഫ്യൂച്ചർ. ഇപ്പോൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു എനർജി ലെവൽ, ചലഞ്ചസ്, ടേണിംഗ് പോയിന്റ്സ് എല്ലാം തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്കറിയാൻ സാധിക്കും. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എങ്കിൽ ദയവായി നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു എനർജി ലെവൽ എനിക്കിവിടെ ഫീൽ ചെയ്യുകയുള്ളൂ. ഈ റീഡിങ്ങിൽ പറയുന്ന എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക. അപ്പോൾ ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്ത് ഒന്ന് റിലാക്സ് ആവുക. ടെൻഷനുകളും വിഷമങ്ങളും എല്ലാം തന്നെ മാറ്റിവെച്ച് പോസിറ്റീവായിട്ടിരിക്കുക. റീഡിങ്ങിൽ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ ഡെവിളാണ്. ഇപ്പോൾ നിങ്ങൾ കരിയറിൽ ഒരു പ്രഷർ, സ്ട്രെസ്, മെൻ്റൽ ബ്ലോക്ക്, ടോക്സിക് വർക്ക് പാറ്റേൺ, അതല്ല എങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നു എന്നതാണ് ഡെവിൾ കാർഡ് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു കഴിവ് നിഷേധിക്കുന്ന ഒരു ഫേസ്. നിങ്ങൾക്ക് ഗ്രോത്ത് വേണമെന്ന് നിങ്ങൾക്ക് സ്വയം അറിയാം, പക്ഷേ എന്തോ ഒരു ചെയിൻ നിങ്ങളെ സ്റ്റിൽ ബൈൻഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ഒരു ഇമോഷണൽ സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്നു, 5 ഓഫ് കപ്സ്. ഈ ഒരു കാർഡ് പറയുന്നു നിങ്ങൾ മുന്നോട്ട് പോകാൻ അതിലേറെ ആഗ്രഹിക്കുന്നു, പക്ഷേ പാസ്റ്റിലുണ്ടായ ഒരു ലോസസ്, പാസ്റ്റ് ഡിസപ്പോയിൻമെൻറ്റ്സ് നിങ്ങളെ സ്റ്റിൽ ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. ഞാനത് ചെയ്യാൻ പറ്റുമോ, എനിക്കത് കഴിയുമോ എന്നുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ, ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരവസ്ഥ. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ വീൽ ഓഫ് ഫോർച്യൂൺ, ഡെസ്റ്റിനി ഷിഫ്റ്റ്. ഇതാണ് ഈ ഒരു റീഡിങ്ങിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ വരുന്നത് കർമ്മ സൈക്കിൾ ചേഞ്ച് ആകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. അതൊരു സ്ട്രോങ്ങസ്റ്റ് സൈനാണ്. വെരി സൂൺ നിങ്ങളുടെ ആ ഒരു സൈഡിലേക്ക് ഭാഗ്യം വരാൻ പോകുന്നു. ഫെയ്റ്റ് ഈസ് ഷിഫ്റ്റിംഗ്. യൂണിവേഴ്സ് ഈസ് പൊസിഷനിങ് യു ഫോർ എ ബ്രേക്ക് ത്രൂ. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് 10 ഓഫ് സോർട്സ് ആണ്. ഒരു പാസ്റ്റിലുണ്ടായ ബർഡനെ സൂചിപ്പിക്കുന്നു. ഇതുവരെ വന്ന എല്ലാ സ്ട്രഗിളുകൾക്കും, ഒരു ചതികൾക്കും, ഓവർ വർക്കുകൾക്കും മെൻ്റലി നിങ്ങളൊരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്തിച്ചേരുന്നു. ഇനി താങ്ങാൻ എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്ന ഒരു സ്റ്റേജ്. അഞ്ചാമതായി വന്നിരിക്കുന്ന കാർഡ് സ്പിരിച്വൽ ഗൈഡൻസിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന കാർഡാണ് ദ ഹൈ പ്രീസ്റ്റസ്. നിങ്ങൾക്കിപ്പോൾ വേണ്ടത് സൈലൻസ്, ഇൻറ്റ്യൂഷൻ, ഇന്നർ വിസ്ഡം എന്നിവയാണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കൂ. നിങ്ങൾക്ക് വേണ്ടുന്ന ആൻസർ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കഴിവുകൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഡൗട്ടാണ്. ദിസ് ഈസ് എ ടൈം ടു ട്രസ്റ്റ് യുവർ ഗട്ട്സ്, നോട്ട് ഔട്ട്സൈഡേഴ്സ്. മറ്റുള്ളവരെ ആശ്രയിക്കാതെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കഴിവിൽ വിശ്വസിക്കുക. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോർട്സ് ആണ്. ഒരു കരിയർ ആക്ഷൻ എനർജിയെ സൂചിപ്പിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരു ഫാസ്റ്റ് മൂവ്മെന്റിലേക്ക് പോകുന്നു. വളരെ ബോൾഡായിട്ട്, ഫിയർലെസ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നു. ഒരു സഡൻ ചേഞ്ചിനെയാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അതല്ല എങ്കിൽ ഒരു ന്യൂ ഓഫർ ഓർ എ ക്വിക്ക് ഷിഫ്റ്റ് ഇൻ കരിയർ. നിങ്ങളുടെ ആ ഒരു ഓവർ തിങ്കിൽ നിന്നും നിങ്ങൾ ആക്ഷൻ മോഡിലേക്ക് വരാൻ പോകുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഹാങ്ഡ് മാൻ ഒരു കൺഫ്യൂഷനെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ആക്ഷൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യും, ആലോചിക്കും എന്താണ് എനിക്ക് നല്ലത് എന്ന്. ആലോചിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു റീഡയറക്ഷൻ പീരീഡ് അത്യാവശ്യമാണ്. യൂണിവേഴ്സ് നിങ്ങളെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വിശ്രമം അല്ലെങ്കിൽ ഒരു പോസ് അവസ്ഥ ആവശ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കാൻ, ചുറ്റിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ, എനിക്ക് പറ്റിയ പിഴവുകൾ എന്താണെന്ന് തിരിച്ചറിയാൻ, മറ്റുള്ളവർ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളെ തിരിച്ചു പിടിക്കാൻ യൂണിവേഴ്സ് നിങ്ങളെ സ്ലോ ഡൗൺ ചെയ്യിക്കുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ഒരു ലോങ് ടേം ഗ്രോത്തിനെ സൂചിപ്പിക്കുന്നു, 7 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ ഇതുവരെ ചെയ്ത ചില പാഴ്ശ്രമങ്ങൾ അല്ലെങ്കിൽ വിഫലമായ ചില പരിശ്രമങ്ങൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് അതൊക്കെ വേസ്റ്റായി പോയി എന്ന്. പക്ഷേ അതൊരു വേസ്റ്റ് ആയിട്ടില്ല. നിങ്ങളൊരു സ്ലോ ഗ്രോത്ത് ഫേസിലൂടെ ആ ഒരു തോൽവികളെല്ലാം തന്നെ കൊണ്ടുപോകുന്നു. ഈ കാർഡുകൾ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് പേഷ്യൻസിലേക്കാണ്. യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ പേ ഓഫ് ആൻഡ് ദ ഫ്യൂച്ചർ സ്റ്റെബിലിറ്റി ഈസ് ഗ്യാരണ്ടീഡ്. നിങ്ങളുടെ ഈ ഒരു കരിയർ റീഡിങ്ങിൻ്റെ ഒരു ഫ്യൂച്ചർ ഔട്ട്കം കാർഡായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് വാൺസ് ആണ്. വാവ്! കരിയർ റീഡിങ്ങിൻ്റെ ദ മോസ്റ്റ് പവർഫുൾ ഔട്ട്കം ഏസ് ഓഫ് വാൺസ് ന്യൂ ബിഗിനിങ്ങിനെ സൂചിപ്പിക്കുന്നു, ന്യൂ പാഷനെ സൂചിപ്പിക്കുന്നു, പുതിയ ജോലിയെ അല്ലെങ്കിൽ പുതിയ ബിസിനസ്സിനെ, ന്യൂ ഓപ്പർച്യൂണിറ്റി, പുതിയ പുതിയ അവസരങ്ങൾ, ക്രിയേറ്റീവ് സ്പാർക്ക് ആൻഡ് ഫ്രഷ് എനർജി. നിങ്ങൾ ഫൈനലി ഫീൽ ചെയ്യുന്നത് ഇതാണ് ഞാൻ തേടിയത് എന്ന ഒരു നിലയിലേക്ക് നിങ്ങൾ എത്തുന്നു. അതെ, എ ബ്രാൻഡ് ന്യൂ ചാപ്റ്റർ ഈസ് ഓപ്പണിംഗ്. യൂണിവേഴ്സ് ഈസ് ലിറ്ററലി ഗിവിംഗ് യു എ ഗ്രീൻ സിഗ്നൽ. നമ്മുടെ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഡബിൾ കാർഡിലാണ്, അവസാനിക്കുന്നത് ഏസ് ഓഫ് വാൺസിനകത്ത്. ഇതൊരു ബ്യൂട്ടിഫുൾ ജേർണി ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. യു ആർ ബ്രേക്കിംഗ് ചെയിൻസ്. നിങ്ങൾ നിങ്ങളുടെ ബന്ധനങ്ങളെല്ലാം തന്നെ അഴിച്ചു മാറ്റുന്നു. നിങ്ങളുടെ പാസ്റ്റിനെ റിലീസ് ചെയ്യുന്നു. സ്റ്റെപ്പിംഗ് ഇൻ ടു യുവർ ഡെസ്റ്റിനി. നിങ്ങളുടെ ആ ഒരു ഇന്നർ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ ടോട്ടലി ന്യൂ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നു. അടുത്ത മാസം മുതൽ യുവർ എനർജി വിൽ ഷിഫ്റ്റ്. നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം ഉയരാൻ പോകുന്നു. അതുപോലെ തന്നെ ഒരു പവർഫുൾ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ എൻ്റയർ ലൈഫിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾക്ക് കിട്ടിയ സ്ട്രഗിൾസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പണിഷ്മെൻ്റ് അല്ല,
നിങ്ങളെ ഒരുക്കുകയാണ്, പ്രിപ്പയർ ചെയ്യുകയാണ്. ധൈര്യത്തോടെ പുതിയ പുതിയ മേഖലകളിലേക്ക് കടന്നു ചെല്ലുവാനും തനിക്ക് ചേരുന്ന പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾ കണ്ടെത്തി അവിടെ ഇൻവെസ്റ്റ് ചെയ്യുവാനും എല്ലാം തന്നെ നിങ്ങളെ ഈ ഒരു യൂണിവേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നു. ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയിക്കോളൂ. നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം തന്നെ ഈ യൂണിവേഴ്സ് തന്നെ അനുഗ്രഹിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ റീഡിങ്സ് പറയുന്നത്. നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, യൂണിവേഴ്സിന് നന്ദി പറയുക. ഇത് ഒരുപാട് എനർജികൾ ഉൾക്കൊള്ളുന്ന ഒരു ജനറൽ റീഡിംഗ് ആണ്. പെയ്ഡ് പേഴ്സൺ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് അയയ്ക്കുക. എൻ്റെ പ്രത്യേക പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ നാളും പേരും കമൻറ്റ് ചെയ്യുക. നാൾ അറിയുകയില്ല എങ്കിൽ ജനിച്ച മാസം കമൻറ്റ് ചെയ്താൽ മതിയാകും. തീർച്ചയായും നിങ്ങളെ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അടുത്തൊരു റീഡിങ്ങുമായി നമുക്ക് ഉടനെ കാണാം. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു കരിയർ ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.